ശ്രീ പത്മനാഭൻ. അല്ല, ഇതിൽ എന്താ അറിയോ, നമ്മള് ഒരു സംഗതി അടുത്ത ദിവസം സംഭവിച്ചു. ഞാൻ ഈ ഒരു സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലെങ്കിലും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയപ്പോൾ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ചെറിയൊരു ഇടിവുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം GST തീരുവകൾ ഏകീകരിച്ചതല്ല, 2 സ്ലാബിലേക്ക് മാറ്റി, 4 സ്ലാബ്. അപ്പോൾ വീണ്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ പൊന്തി വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളുടെ വ്യാപാര എന്താ പറയാ മറ്റേ ശക്തിയെ വിദേശത്ത് നിന്നും നിയന്ത്രിച്ച് അതിനെ ക്ഷീണിപ്പിക്കാനോ അതിനെ തകർക്കാനൊന്നും ആർക്കും സാധിക്കില്ല. ആ പരീക്ഷണം നമ്മൾ കണ്ടതല്ലേ. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, നമ്മുടെ ഗവൺമെന്റ് അഡാനിക്ക് എന്താ പറയാ ഷെൽ കമ്പനികളെ സഹായിച്ചു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അഡാനിയുടെ ഷെയർ കുറച്ചു ദിവസം ഒന്ന് താഴോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പൊന്തി വന്നു. ഇതിങ്ങനെ ചില ഭീഷണികളോ ചില ചെറിയ നടപടികളോ ഒക്കെ കുറച്ചു ദിവസമൊക്കെ ഒരു ചെറിയ ഒരു ചലനം ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ GST 2 സ്ലാബ് ആക്കിയപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇന്നൊക്കെ മേലോട്ടാണ്. അത് ഒരു സ്റ്റേബിളായി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ്. അങ്ങനെ വല്ലാണ്ട് ഉയരുകയില്ല, വല്ലാണ്ട് താഴുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളേത് ഒരു സ്ട്രോങ് എക്കണോമിയാണ്, ഒരു ഫീബിൾ എക്കണോമി അല്ല. എവിടെയോ ഇരുന്നുകൊണ്ട് ആരോ എന്തോ പറയുകയോ അല്ലെങ്കിൽ ചില നടപടി എടുത്താൽ ഇതങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ല. കാരണം അതിന്റെ ഒരു റീസൺ എന്താണ്? ഹൈ പർച്ചേസിംഗ് പവർ ഉള്ള ഒരു വലിയ മിഡിൽ ക്ലാസ് ഇന്ത്യയിലുണ്ട്. പണ്ട് ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരു ഫ്രൂട്ട് പ്രോഡക്റ്റ്, ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടില്ലായിരുന്നു, അതൊക്കെ പോവായിരുന്നു. ഇന്ന് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, അതിന് കിലോന് 1000 രൂപയാണ്. സാധാ പ്രോഡക്റ്റിന് 500-600 ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആളുകൾ ഞങ്ങൾക്ക് 1000ന്റെ എക്സ്പോർട്ട് ക്വാളിറ്റി മതി എന്ന് പറഞ്ഞ് അത് ചോദിച്ചു വാങ്ങുന്ന ഒരു എന്താ പറയാ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ മിഡിൽ ക്ലാസ് എത്തിയിരിക്കുകയാണ്. അപ്പോ അങ്ങനത്തെ ഒരു എക്കണോമിയെ പ്ലീസ് ഡോണ്ട് എന്താ പറയാ റിഡിക്യൂൾ, കളിയാക്കരുത്. നമ്മളെ അത് സ്വന്തം മുഖത്ത് കരിവാരി പുരട്ടുന്നതിന് തുല്യമാണ്. മാത്രമല്ല അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അപ്പോ നമ്മുടെ എക്കണോമി ഒന്ന് ശരിക്കും വിലയിരുത്തുക, നമ്മുടെ എക്കണോമിയെ പറ്റി പഠിക്കുക. നമ്മളൊരു എന്താ പറയാ വളരെയധികം ഷോക്ക് അബ്സോർബേഴ്സ് ഉള്ള, അങ്ങനെയൊന്നും ആടി വലയാത്ത ഒരു 3-ാം ലോക മഹായുദ്ധമൊക്കെ സംഭവിച്ചാൽ എന്താ പറ്റിയ അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇപ്പോ പാകിസ്ഥാനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായപ്പോൾ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ചലനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എല്ലാവരും കാണിച്ചാൽ നന്ന്. വി ആർ നോട്ട് എ വീക്ക് നേഷൻ, വി ആർ എ സ്ട്രോങ് നേഷൻ ഇൻ എവറി സെൻസ്. സാമ്പത്തികമായി, സൈനികമായി, എല്ലാ തരത്തിലും ഒരു ശക്തമായ രാജ്യമാണ് ഭാരതം എന്നൊന്ന് മനസ്സിലാക്കിയാൽ നന്ന് എന്നേ പറയാനുള്ളൂ.